നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം പണം ചോദിച്ചതിന് ജീവനക്കാരെ ആക്രമിക്കുകയും ഹോട്ടൽ തല്ലിത്തകർക്കുകയും ചെയ്ത സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി. മാങ്കാവ് സ്വദേശിയായ കള്ളിപ്പിലാക്കിൽ ബിനീഷിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്രമം നടത്തിയ മറ്റു 2 പേർക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പണം കൊടുക്കാതെ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകാൻ നോക്കിയ ഇവരെ കൗണ്ടറിലിരുന്ന ജീവനക്കാരൻ ഷഹനാദ് തടയുകയായിരുന്നു. അതോടെ പൊട്ടിത്തെറിച്ചു. എന്തായാലും വളരെ വേറിട്ട ഒരു സംഭവമായിരുന്നു അളിയൻസ് ഹോട്ടലിൽ അരങ്ങേറിയത്. എന്തിനാണ് ഹോട്ടൽ ജീവനക്കാരൻ ബില്ല് ചോദിച്ചത് എന്ന ഭാവത്തിലായിരുന്നു രോഷാകുലരായ ആ സംഘം കൈവശമുണ്ടായിരുന്ന ഇരുമ്പ് വടികൊണ്ട് ഷഹനാദിനെ ക്രൂരമായി മർദ്ദിച്ചത്. അവിടെ തീർന്നില്ല അവരുടെ പ്രശ്നം. ഹോട്ടലിന്റെ മുൻപിലെ ബോർഡ്, ഭക്ഷണം വെച്ചിരുന്ന ചില്ലലമാര, വിലപിടിപ്പുള്ള ഫർണിച്ചർ കണ്ടതെല്ലാം അവർ അടിച്ചു തകർത്തു. വെറും 500 രൂപയുടെ ബില്ല് കൊടുക്കാതിരിക്കാൻ കാണിച്ച ഈ അക്രമത്തിലൂടെ ഹോട്ടൽ ഉടമയ്ക്ക് ഏകദേശം 20,000 രൂപയുടെ നഷ്ടമാണ് വന്നത് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. സംഭവം അറിഞ്ഞ മെഡിക്കൽ കോളേജ് പോലീസ് ഉടനടി കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അക്രമം കാണിച്ച് കടന്നുകളഞ്ഞ 3 അംഗ സംഘത്തിലെ ഒരാളെ പോലീസ് വലയിലാക്കി. മാങ്കാവ് സ്വദേശിയായ കള്ളിപ്പിലാക്കിൽ ബിനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ മറ്റുള്ള 2 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. അവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. രാത്രി സമയങ്ങളിൽ ലഹരി ഉപയോഗിച്ച് എത്തുകയും പണം നൽകാതെ ഭക്ഷണം കഴിച്ച് മടങ്ങുകയും ചെയ്യുന്ന സംഘങ്ങൾ ഇപ്പോൾ സ്ഥിരമായിരിക്കുകയാണ്. ഹോട്ടൽ ഉടമകളിൽ പലരും ഭയം കൊണ്ട് പണം ചോദിക്കില്ല. ചോദിച്ചാൽ ഇതുപോലെ അടിച്ചു തകർക്കും. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്തായാലും അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അളിയൻസ് ഹോട്ടലിലും സംഭവിച്ചത്.